ശ്രീ ബാബു മാസ്റ്റർ, രണ്ട് തരത്തിലാണ് ഈ വിഷയം വരുന്നത്. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കലാകാരിയെ അപമാനിച്ചല്ലോ മന്ത്രി എന്നുള്ള വിമർശനമാണ്. പക്ഷേ നിങ്ങളെപ്പോലെ യഥാർത്ഥത്തിൽ ഈ കലയിൽ തന്നെ നിൽക്കുന്നവർ പറയുന്നത് അതല്ല വിഷയം. ഇതിനകത്ത് യഥാർത്ഥ കലാകാരന്മാരിലേക്ക് സർക്കാർ വരുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നിടത്ത് മറ്റൊരു വിഷയമാണ്. അതായത് യഥാർത്ഥ കലാകാരന്മാരെല്ലാം അവഗണിക്കപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ സെലിബ്രിറ്റികളുടെ പിറകെ സർക്കാരിന് പോകേണ്ടതായിട്ട് വരുന്നു. അതായത് മന്ത്രി പറഞ്ഞ വാക്കിനകത്തല്ല തെറ്റ്, പക്ഷേ ഈ തെരഞ്ഞെടുക്കുന്നത് ആരെയാണ്, ആർക്കാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാതലായിട്ടുള്ള വിഷയമാണ് സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് ഒരു ഫിലിം സ്റ്റാർസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളിനെ വെച്ചതിൻ്റെ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അവർ വേണമെങ്കിൽ ഗസ്റ്റായിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ അവരൊരു പെർഫോം ചെയ്തോട്ടെ, എങ്കിലും ഓക്കെ, അവരുടെ സ്റ്റാർ വാല്യൂ മനസ്സിലാക്കാം. ഇതൊരു കൊറിയോഗ്രാഫി ബിഹൈൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിന്നിട്ട് അതിനൊരു സ്റ്റാറിനെ വയ്ക്കുമ്പോൾ അവർ ചോദിച്ച പൈസ കൊടുക്കേണ്ടി വരും. കാരണം അവരും വിചാരിച്ചിട്ടുണ്ടാകും കുറച്ചു കാലമായിരിക്കുമല്ലോ, അവർക്കൊരു പോപ്പുലാരിറ്റി. എപ്പോഴും ഫിലിം സ്റ്റാർസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഔട്ടായതിനു ശേഷം ചോദിച്ചാൽ ആരും കൊടുക്കത്തില്ല. അപ്പോൾ ഉള്ള പീക്ക് ടൈമിൽ ചോദിക്കുന്നതായിരിക്കാം. പക്ഷേ ഇഷ്ടം പോലെ ടീച്ചർമാർ, മാസ്റ്റർമാരെല്ലാം ഇവിടെ ഉണ്ട്. അവരാരെയും വിളിച്ച് ഇങ്ങനത്തെ ഒരു സാധനം ഏൽപ്പിക്കുന്നത് പകരമായിട്ട് ഫിലിം സ്റ്റാറിൻ്റെ പുറകിൽ പോകുന്നതിൻ്റെ കുറ്റമാണ്. അത് ആദ്യം നോക്കണം. കാര്യം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പല ചാനലുകളിലും ഡാൻസ് മത്സരങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു 38 വർഷം കൊണ്ട് ഈ സിനിമാറ്റിക്കും വെസ്റ്റേൺ ഡാൻസ് എല്ലാം, ബ്രേക്ക് ഡാൻസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെയ്യുന്ന ആളാണ്. കേരളത്തിൽ ഇങ്ങനൊരു കൺസെപ്റ്റ് പോലും ബ്രേക്ക് ഡാൻസ് കൊണ്ടുവന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഏതൊരു ഡാൻസ് മത്സരം വന്നാലും ഞങ്ങളെയൊന്നും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത രീതിയിൽ, ഇപ്പോൾ സീനിയർ മാസ്റ്റർ നിലയ്ക്ക് പല ചാനലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫിലിം സ്റ്റാർസിനെ എടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ആ ചെയ്തത് കൊള്ളാം, തറയിൽ കിടന്ന് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അത് കൊള്ളാം, വിഷമിപ്പിക്കുന്ന ഇൻസിഡൻസ് കൊണ്ട് ഒരു ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളായിരിക്കും ജഡ്ജ് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഷാർട്ട് പറയാൻ പോയില്ല, ഭാഗ്യത്തിന് വെറുതെ മോശമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നു. പക്ഷേ അത് ലാസ്റ്റായി പറഞ്ഞ മാസ്റ്റർ, അത് വേറൊരു തമിഴിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, വാല്യൂ, സ്റ്റാർ വാല്യൂ, സ്പോൺസർഷിപ്പ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങ് വിട്ടു. എനിക്കറിയാമായിരുന്നു ആദ്യമേ. അപ്പോൾ ഈ തറയിൽ കിടന്ന് ഉരുണ്ടു, അങ്ങനെ ചെയ്തു, നിങ്ങൾ ആ ചെയ്ത കൊള്ളാം, അതിൻ്റെ പേര് പോലും പല ജഡ്ജസിനും അറിയത്തില്ല. അങ്ങനെ ഒരു ബിംബം പോലെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്നെ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ നിറയെ മാസ്റ്റേഴ്സ് ഉണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. പലരും എന്താ പറയുക, തൊഴിലില്ലാതെ, ഈ കൊറോണയ്ക്ക് ശേഷം തൊഴിലില്ലാതെ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, കടബാധ്യത വന്ന ആൾക്കാരുണ്ട്. നിറയെ മാസ്റ്റർമാർ എനിക്ക് അതിൽ രണ്ട്, ക്ലാസിക്കലായാലും ശരി വെസ്റ്റേൺ ആയാലും ശരി, കഷ്ടപ്പെടുന്ന നിറയെ ആൾക്കാരുണ്ട്, നിറയെ പേര്. അത് അവരുടെ കുറ്റം തന്നെയാണ്. അവർ ഫിലിം സ്റ്റാർ കൊറിയോഗ്രാഫി ചെയ്യാൻ ഫിലിം ആർട്ടിസ്റ്റ് വേണം എന്നുള്ളതിൻ്റെ എനിക്കത് മനസ്സിലാകുന്നില്ല. അതിന് കഴിവുള്ളൊരു മാസ്റ്ററാണ് വേണ്ടിയത്. അതിന് ഒരു സ്റ്റാർ വന്ന് ഇന്നെന്താ പ്രാക്ടീസ് എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കണം, അല്ലല്ലോ, സ്റ്റേജിൽ അവർ വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പോയി ചോദിച്ചാൽ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ ബാബു മാസ്റ്റർ, ഇത് ഒരു വിഷമമുള്ളൊരു വിഷയം കൂടിയാണ് താങ്കൾ പറയുന്നത്. എത്രയോ നർത്തകരുടെ വിഷയം. ഇതിനകത്ത് വേറൊരു പ്രശ്നം സംഭവിച്ചത്, മന്ത്രി ഇങ്ങനെ ഒരു വിഷയം പറയുന്നു, അതൊരു കലാകാരി അപമാനിച്ചതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആ വിവാദങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുമ്പോൾ ഏറ്റവും അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ പറയുന്ന ഒരു വിഷയമുണ്ട്, ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ള ആ വിഷയത്തിലേക്ക് ആരും എത്താതെ ഈ വിവാദം അവസാനിക്കുകയാണ്. നേരത്തെ ശ്രീമതി സത്യഭാമ ടീച്ചർ പറഞ്ഞ പോലെ അടുത്ത വർഷവും മറ്റേതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാതലായിട്ടുള്ള പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെട്ടതേയില്ല, മറ്റൊരു തരത്തിലേക്ക് ഈ ചർച്ച പോവുകയും ചെയ്തു. ശരിയാണ്. കാരണം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ വിളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അത് ചർച്ച അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങൾ വെച്ചിട്ട് ആൾക്കാർ അതിൻ്റെ പുറകിൽ അന്വേഷിക്കും, അത് ഏത് ആർട്ടിസ്റ്റാണ് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ അവരെ താറടിക്കുന്ന രീതിയിലോട്ട് മാറും, ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചതും അല്ലെങ്കിൽ അതിൽ നിന്നും പുള്ളി ബാക്ക് മാറിയതും. കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അന്വേഷിക്കും. ഇപ്പം ഞാനായാലും അന്വേഷിക്കുമല്ലോ, ഇതാരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് അവർ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവും, ആരാണെന്നുള്ളത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് ചർച്ച അവസാനിപ്പിച്ച കാരണം മെയിൻ ഇത് തന്നെയാണ്. പക്ഷേ ഇത് രണ്ട് കാര്യമുണ്ട്. ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇപ്പോൾ സത്യഭാമ ടീച്ചർ മാതിരി തന്നെ നിറയെ അവരുടെ തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വഴിയാണ് ആ പ്രസ്താവന പിൻവലിച്ചതുകൂടെ അവസാനിച്ചു പോയത്. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സ്പേസ് ഇല്ലാണ്ടായി. അതെ, തീർച്ചയായിട്ടും ഇല്ലാതെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ചാനൽ വഴി ഈ സംഭവം പറയുന്നതല്ലാതെ ഇനി ചിലപ്പോൾ ഇനി ഇതധികം ഒരു ന്യൂസായിട്ട് പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തീർന്നു, കാരണം അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ കുറച്ച് ദിവസം വല്ല എന്തോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലുമൊക്കെ വരുമെന്നല്ലാതെ ഈ ചർച്ചയില്ലാതെ പോയി. വീണ്ടും ഈ പറഞ്ഞ മാതിരി നെക്സ്റ്റ് ഇയർ വേറെ അടുത്തൊരു ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോകും. അവർ 5-10 ലക്ഷം രൂപ ചോദിക്കും. ഇവർ ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം. അന്നും ഈ കഷ്ടപ്പെട്ട് പഠിച്ച്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, വെസ്റ്റേൺ ഡാൻസ് ഒന്നും പഠിക്കാൻ ഒക്കാത്തൊരു കാലഘട്ടമാണ്. മൊബൈലില്ലാത്തൊരു കാലഘട്ടം, ടി വി ഇല്ലാത്ത കാലഘട്ടം, ടി വി പോലും ഗൾഫുകാരുടെ വീട്ടിൽ മാത്രമുള്ള കാലഘട്ടമാണ്. കുറേ ബുക്സൊക്കെ നോക്കിയും ഏതെങ്കിലും പഴയ തമിഴ് സിനിമ കണ്ടും
ഹിന്ദി സിനിമ കണ്ടു എല്ലാം കൂടെ മിക്സ് ചെയ്തും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ് ഞങ്ങളൊക്കെ സ്റ്റേജിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കഷ്ടപ്പെട്ടൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ ഒരു ചാൻസ് കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം തമ്മിൽ ഭേദം എനിക്കാണെന്ന് തോന്നുന്നു വല്ലതും കിട്ടുന്നത്. കാര്യം ഇത്രയും എക്സ്പീരിയൻസ് കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലും ഇല്ലാത്ത ഇഷ്ടം പോലെ മാസ്റ്റർമാരുണ്ട്. കാര്യം ഞാൻ MSSD എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ കീഴിലുള്ള ഡാൻസ് യൂണിറ്റിൻ്റെ രക്ഷാധികാരിയാണ്. നേരെ കേരളത്തിലെ പല ഡാൻസ് ഗ്രൂപ്പിലും ഞാൻ എല്ലാ ഗ്രൂപ്പിൻ്റെ ടീംസിലും ഞാൻ രക്ഷാധികാരിയാണ്. പലരും ചർച്ച ചെയ്യുന്ന കേൾക്കാം, പ്രോഗ്രാമില്ല, അതില്ല, ഞങ്ങളാരും വിളിക്കുന്നില്ല, ഫിലിം സ്റ്റാർസിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഈ കഷ്ടപ്പെടുന്ന നിറയെ പേര്, അവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടിയെങ്കിൽ ഇതോടുകൂടി അതും കൂടെ ഒന്ന് ഓർമ്മിച്ചെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം.